നമസ്കാരം. ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിലെ അതിസങ്കീർണമായ നയതന്ത്ര സമവാക്യങ്ങളെയും പരസ്പര അവിശ്വാസങ്ങളെയും ഒരുപോലെ ചൂണ്ടിക്കാണിക്കുന്നതാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവും വിശകലന വിദഗ്ധനുമായ ഷാഹിദ് ഉസ്മാൻ്റെ വിവാദ പ്രസ്താവന. ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിനെ അഥവാ റോയെ പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനും പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ISIയെ ബംഗ്ലാദേശിൽ ശക്തമായി വേരൂന്നിക്കണമെന്നാണ് ഷാഹിദ് ഉസ്മാൻ അഭിപ്രായപ്പെടുന്നത്. ദില്ലിയുടെ ഇടപെടലുകളെ ചെറുക്കാൻ പാകിസ്ഥാൻ്റെ പിന്തുണയും സഹായവും അത്യന്താപേക്ഷിതമാണെന്ന തരത്തിലുള്ള അയാളുടെ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചകൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ദക്ഷിണേഷ്യയിലെ രാജ്യങ്ങൾ തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ പരമാധികാരവും പരസ്പര ബഹുമാനവും അനിവാര്യമാണ് എന്നിരിക്കെ ഒരു വിദേശ രാജ്യത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയെ മറ്റൊരു രാജ്യത്ത് ശക്തമാക്കണമെന്ന് ആവശ്യപ്പെടുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷാ താൽപ്പര്യങ്ങൾക്കും തികച്ചും വിരുദ്ധമാണ് എന്ന വിമർശനമാണ് ഉയരുന്നത്. ചരിത്രപരമായ പശ്ചാത്തലങ്ങളും മുൻകാല അനുഭവങ്ങളും നിലനിൽക്കുന്ന ഈ ഉപഭൂഖണ്ഡത്തിൽ ഇത്തരം പ്രസ്താവനകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര വിശ്വാസത്തെ തകർക്കുന്നതിനും മേഖലയിൽ പുതിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുന്നതിനും മാത്രമേ ഉപകരിക്കൂ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. പ്രാദേശിക സുരക്ഷയെയും സമാധാന അന്തരീക്ഷത്തെയും ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ രാഷ്ട്രീയ നേതാക്കളും വിശകലന വിദഗ്ധരും പാലിക്കേണ്ട ജാഗ്രതയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഈ സംഭവം ആഴത്തിലുള്ള മാനം നൽകിയിട്ടുണ്ട്. സമുദ്ര സുരക്ഷയും അതിർത്തി കടന്നുള്ള രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളും സങ്കീർണമായി തുടരുന്ന ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ വിദ്വേഷവും സംഘർഷവും വളർത്തുന്ന പ്രസ്താവനകൾക്ക് പകരം സമാധാനപരമായ സഹവർത്തിത്വവും പരസ്പര സഹകരണവുമാണ് വേണ്ടതെന്ന പൊതുവികാരമാണ് ഇതിലൂടെ വീണ്ടും ശക്തമാവുന്നത്. ബംഗ്ലാദേശിൻ്റെ രൂപീകരണത്തിൽ ഇന്നവർ തള്ളിക്കളയാൻ ശ്രമിക്കുന്ന റോ വഹിച്ച പങ്ക് ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കാത്തതാണ് എന്നതും ശ്രദ്ധേയമാണ്. ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്കപ്പുറത്ത് നടക്കുന്ന രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ സാധാരണയായി ചരിത്ര പുസ്തകങ്ങളുടെ ഏറ്റവും വ്യക്തമായ അധ്യായങ്ങളാകാറില്ല. യുദ്ധഭൂമിയിൽ തോക്കുകളും ടാങ്കുകളും വിമാനങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിച്ചേക്കും. എന്നാൽ യുദ്ധം തുടങ്ങുന്നതിന് മുൻപും യുദ്ധം അവസാനിച്ചതിന് ശേഷവും മറ്റൊരു അദൃശ്യ പോരാട്ടം നടക്കാറുണ്ട്. വിവരങ്ങളുടെ പോരാട്ടം. ശത്രുവിൻ്റെ നീക്കങ്ങൾ അറിയുക, രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുക, പ്രാദേശിക ശക്തികളുമായി ബന്ധപ്പെടുക, ആവശ്യമായപ്പോൾ രഹസ്യമായി പിന്തുണ നൽകുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഒരു രാജ്യത്തിൻ്റെ രഹസ്യാന്വേഷണ സംവിധാനത്തിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത്. ദക്ഷിണേഷ്യയുടെ ഭൂപടത്തിൽ ചില അതിർത്തികൾ വരച്ചിരിക്കുന്നത് രാജ്യങ്ങളെ വേർതിരിക്കാനാണ്. എന്നാൽ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ലോകത്ത് അതിർത്തികൾക്ക് അത്ര വലിയ അർത്ഥമില്ല. ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ മറ്റൊരു രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുമ്പോൾ നയതന്ത്ര പ്രതിനിധികൾക്ക് മുൻപേ വിവരങ്ങൾ തേടുന്ന മറ്റൊരു ലോകം പ്രവർത്തനം ആരംഭിക്കും. അവിടെ തോക്കുകളേക്കാൾ വിലയേറിയത് വിവരങ്ങളാണ്. തുറന്ന യുദ്ധത്തേക്കാൾ അപകടകരമായത് പലപ്പോഴും ആരും അറിയാതെ നടക്കുന്ന സ്വാധീന പോരാട്ടങ്ങളാണ്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ 3 രാജ്യങ്ങളുടെ ബന്ധം പരിശോധിക്കുമ്പോൾ ഈ അദൃശ്യ പോരാട്ടത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. 71 ബംഗ്ലാദേശ് വിമോചന യുദ്ധം മുതൽ തന്നെ ഇന്ത്യയുടെ റോയും പാകിസ്ഥാൻ്റെ ISIയും തമ്മിലുള്ള മത്സരം ദക്ഷിണേഷ്യൻ സുരക്ഷാ രാഷ്ട്രീയത്തിലെ പ്രധാന ഘടകമാണ്. എന്നാൽ ബംഗ്ലാദേശ് സ്വതന്ത്രമായതിനു ശേഷം ഈ മത്സരം അവസാനിച്ചില്ല. മറിച്ച് കാലത്തിനനുസരിച്ച് അതിൻ്റെ രൂപം മാറുകയായിരുന്നു. പാകിസ്ഥാൻ്റെ ISI ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്നുണ്ടോ, റോയുമായി അവർ കൊമ്പ് കോർക്കുന്നുണ്ടോ, ബംഗ്ലാദേശിൻ്റെ രഹസ്യാന്വേഷണ സംവിധാനമായ DGFIയുമായി പാകിസ്ഥാൻ കൂടുതൽ അടുക്കുന്നുണ്ടോ? 2024 ശേഷം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ വന്ന മാറ്റങ്ങളും പാകിസ്ഥാൻ ബംഗ്ലാദേശ് ബന്ധത്തിലെ ഊഷ്മളതയും ഈ ചോദ്യങ്ങൾക്ക് പുതിയ രാഷ്ട്രീയ പശ്ചാത്തലം നൽകിയിരിക്കുകയാണ്. എന്നാൽ ഈ വിഷയത്തെ വിലയിരുത്തുമ്പോൾ ഒരു കാര്യം ആദ്യം വ്യക്തമാക്കണം. രഹസ്യാന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച വിവരങ്ങളും മാധ്യമ റിപ്പോർട്ടുകളും തന്ത്രപരമായ വിലയിരുത്തലുകളും ആരോപണങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതിനാൽ ISI ബംഗ്ലാദേശിൽ ഒരു രഹസ്യ സെൽ സ്ഥാപിച്ചു, റോയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നു തുടങ്ങിയ അവകാശവാദങ്ങളെ തെളിവില്ലാതെ അന്തിമ സത്യമായി അവതരിപ്പിക്കുന്നത് ശരിയാകില്ല. എന്നാൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് സുരക്ഷാ ബന്ധം അടുത്തു വരുന്നതും ISI DGFI ബന്ധത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും നിലവിലെ സാഹചര്യത്തിൽ അവഗണിക്കാനാകാത്ത വിഷയങ്ങളാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രഹസ്യാന്വേഷണ മത്സരം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം 1971 മടങ്ങണം. അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിലെ രാഷ്ട്രീയ
അതൃപ്തിയും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ അടിച്ചമർത്തലുകളും ഒടുവിൽ ബംഗ്ലാദേശിൻ്റെ വിമോചനത്തിലേക്ക് നയിക്കുന്നു. ഇന്ത്യ ബംഗാളി വിമോചന പോരാട്ടത്തെ പരസ്യമായും രഹസ്യമായും പിന്തുണച്ചു. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ മുക്തി ബാഹിനിയുമായി ബന്ധപ്പെടുകയും പരിശീലനം, വിവരശേഖരണം, മറ്റ് പിന്തുണകൾ എന്നിവ നൽകുകയും ചെയ്തതായി ചരിത്രരേഖകളും പഠനങ്ങളും സൂചിപ്പിക്കുന്നു. പാകിസ്ഥാൻ്റെ കാഴ്ചപ്പാടിൽ ഇന്ത്യ കിഴക്കൻ പാകിസ്ഥാനെ തകർക്കാൻ ഇടപെട്ടിരുന്നു. ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ അത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ അടിച്ചമർത്തലിനെതിരായ ബംഗാളി വിമോചന പോരാട്ടത്തിന് നൽകിയ പിന്തുണയായിരുന്നു. 71 പാകിസ്ഥാൻ കിഴക്കൻ ഭാഗം നഷ്ടപ്പെടുത്തി. ബംഗ്ലാദേശ് സ്വതന്ത്രമായി. അതോടെ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വാധീനം കിഴക്കൻ അതിർത്തിയിൽ വളർന്നു. പക്ഷേ പാകിസ്ഥാൻ്റെ സുരക്ഷാ സംവിധാനത്തിന് ഈ മാറ്റം വലിയൊരു തന്ത്രപരമായ തിരിച്ചടിയായിരുന്നു. 71 ശേഷം പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം ഏറെക്കാലം സംഘർഷപൂർണ്ണമായിരുന്നു. ബംഗ്ലാദേശിൻ്റെ ജനനത്തിന് പിന്നിൽ ഇന്ത്യയുടെ സൈനികവും രഹസ്യാന്വേഷണപരവുമായ പിന്തുണ ഉണ്ടായിരുന്നതിനാൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ ഇന്ത്യയുടെ സ്വാധീന മേഖലയായി കാണുന്ന സാഹചര്യമുണ്ടായി. 75 ഷെയ്ഖ് മുജിബുർ റഹ്മാൻ കൊല്ലപ്പെട്ടതോടെ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രീയ ദിശയിൽ വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. തുടർന്നുള്ള വർഷങ്ങളിൽ സൈനിക ഭരണവും പുതിയ രാഷ്ട്രീയ ശക്തികളുടെ ഉയർച്ചയും ഇന്ത്യയോടുള്ള ബന്ധത്തിൽ മാറ്റങ്ങളും ഉണ്ടാക്കി. ഈ ഘട്ടത്തിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം ക്രമേണ സാധാരണ നിലയിലേക്ക് എത്താൻ ആരംഭിക്കുന്നു. ഇവിടെയാണ് ISIയുടെ താൽപ്പര്യങ്ങൾക്കും പുതിയ അവസരങ്ങൾക്കും ഇടം ലഭിച്ചതായി വിവിധ സുരക്ഷാ പഠനങ്ങൾ വിലയിരുത്തുന്നത്. ഇന്ത്യയുടെ റോയും പാകിസ്ഥാൻ്റെ ISIയും തമ്മിലുള്ള മത്സരം ദശാബ്ദങ്ങളായി തുടരുന്നതായി അന്താരാഷ്ട്ര സുരക്ഷാ പഠനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസ് പോലും ഇരു സംഘടനകളും ദീർഘകാലമായി കൺവേർട്ട് ഇൻഫ്ലുവൻസ് ഓപ്പറേഷൻസിൻ്റെ മത്സരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നു. ഈ മത്സരം അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, മ്യാൻമാർ തുടങ്ങിയ ഇന്ത്യയുടെ അയൽപ്രദേശങ്ങളിൽ വ്യാപിച്ചു. എന്നാൽ ബംഗ്ലാദേശിന് ഇതിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. കാരണം ഇന്ത്യയുടെ പശ്ചിമ ബംഗാൾ, അസം, ത്രിപുര, മേഘാലയ, മിസോറാം തുടങ്ങിയ പ്രദേശങ്ങളുമായി ബംഗ്ലാദേശിന് നേരിട്ടുള്ള അതിർത്തിയുണ്ട്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സുരക്ഷയുമായി ബംഗ്ലാദേശിലെ രാഷ്ട്രീയവും സുരക്ഷാ സാഹചര്യങ്ങളും നേരിട്ട് ബന്ധപ്പെടുന്നു. അതിനാൽ ബംഗ്ലാദേശിൽ സ്വാധീനം നേടുന്ന ഏത് വിദേശ ശക്തിയെയും ഇന്ത്യ സ്വാഭാവികമായും തന്ത്രപരമായി നിരീക്ഷിക്കും. ISI ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ഇതിന് ഉത്തരം പറയുമ്പോൾ പ്രവർത്തിക്കുന്നു എന്ന വാക്കിൻ്റെ അർത്ഥം വ്യക്തമാക്കണം. പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ ഔദ്യോഗിക നയതന്ത്ര ബന്ധമുണ്ട്. അവരുടെ സൈനിക ഉദ്യോഗസ്ഥർ തമ്മിൽ കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. സുരക്ഷാ പ്രതിരോധ മേഖലകളിൽ ബന്ധം ശക്തമാക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ബംഗ്ലാദേശുമായി ബന്ധപ്പെടുന്നു എന്നത് സ്വാഭാവികവും തുറന്നതുമായ കാര്യമാകാം. എന്നാൽ ഒരു രഹസ്യാന്വേഷണ ഏജൻസിയുടെ കൺവേർട്ട് ഓപ്പറേഷൻ എന്നത് മറ്റൊരു കാര്യമാണ്. 2025 ജനുവരിയിൽ പാകിസ്ഥാൻ്റെ ISIയിലെ 4 മുതിർന്ന ഉദ്യോഗസ്ഥർ ധാക്ക സന്ദർശിച്ചതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. 2009 ശേഷം ISI ഉദ്യോഗസ്ഥരുടെ ബംഗ്ലാദേശ് സന്ദർശനവുമായി അതിനെ റിപ്പോർട്ട് ചെയ്തു. അതിനു മുൻപ് 1989 ISI മേധാവി ഹമീദ് ഗുൽ ബംഗ്ലാദേശിൽ എത്തിയിരുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇത് ഒരു പ്രധാന സൂചനയാണ്. പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ സംവിധാനത്തിനും ബംഗ്ലാദേശിനുമിടയിൽ ഔദ്യോഗികമായോ അർദ്ധ ഔദ്യോഗികമായോ ഉള്ള ബന്ധങ്ങൾ പൂർണ്ണമായി ഇല്ലാതായിരുന്നില്ലെന്ന് ഇത് കാണിക്കുന്നു. 2024 ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്ന് പുറത്തായതോടെ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ വലിയ മാറ്റമുണ്ടായി. ഹസീന ഇന്ത്യയിലേക്ക് അഭയം പ്രാപിച്ചെത്തി. തുടർന്ന് ധാക്കയും ദില്ലിയും തമ്മിലുള്ള ബന്ധത്തിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുകയാണ്. അതേസമയം പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടാനും തുടങ്ങി. 2025 പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ധാർ ധാക്ക സന്ദർശിച്ചതും ഇരു രാജ്യങ്ങളും സാമ്പത്തിക, രാഷ്ട്രീയ, സുരക്ഷാ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചതും ഈ മാറ്റത്തിൻ്റെ ഭാഗമായിരുന്നു. 2026 ഒരു പാകിസ്ഥാൻ തന്ത്ര പഠനവും 2024 ശേഷമുള്ള രാഷ്ട്രീയ മാറ്റവും പാകിസ്ഥാൻ ബംഗ്ലാദേശ് സുരക്ഷാ സഹകരണത്തിന് പുതിയ അവസരങ്ങൾ തുറന്നതായി വിലയിരുത്തപ്പെടുന്നു. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപരമായി ശ്രദ്ധിക്കേണ്ട സംഭവമാണ്. കാരണം ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിക്ക് സമീപം പാകിസ്ഥാൻ സൈനിക രഹസ്യാന്വേഷണ സ്വാധീനം വർദ്ധിക്കുന്ന സാഹചര്യം ദില്ലിക്ക് ആശങ്കയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ മറ്റൊരു പ്രധാന ഏജൻസിയും കൂടെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോഴ്സസ് ഇൻ്റലിജൻസ് അഥവാ DGFI. ഇത് ബംഗ്ലാദേശിൻ്റെ സൈനിക രഹസ്യാന്വേഷണ സംവിധാനമാണ്. അതിനാൽ ബംഗ്ലാദേശിലെ എല്ലാ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളെയും ISIയുടെയോ റോയുടെയോ കണ്ണിലൂടെ മാത്രം കാണുന്നത് ശരിയല്ല. ബംഗ്ലാദേശിനും സ്വന്തം സുരക്ഷാ താൽപ്പര്യങ്ങളും രഹസ്യാന്വേഷണ സംവിധാനങ്ങളുമുണ്ട്. പാകിസ്ഥാൻ DGFIയുമായി ബന്ധം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ച. 2026 ഓഗസ്റ്റ് 15 ബംഗ്ലാദേശിൻ്റെ DGFIയിൽ നിന്നുള്ള 6 അംഗ സംഘം പാകിസ്ഥാൻ സന്ദർശിച്ചതായി എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. DGFI മേധാവിയുടെ ഏപ്രിൽ 2026 ഇസ്ലാമാബാദ് സന്ദർശനവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ഈ നീക്കങ്ങളെ ISI ബംഗ്ലാദേശിലെ സുരക്ഷാ സംവിധാനവുമായി ബന്ധം വർദ്ധിപ്പിക്കാനുള്ള ശ്രമമായി ഇന്ത്യൻ സുരക്ഷാ വൃത്തങ്ങൾ കാണുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇത് വെറും രാഷ്ട്രീയ നേതാക്കളുടെ കൂടിക്കാഴ്ചയല്ല, സൈനിക രഹസ്യാന്വേഷണ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ്. എങ്കിലും ഇതിൻ്റെ അർത്ഥം DGFI പൂർണ്ണമായി ISIയുടെ നിയന്ത്രണത്തിലായി എന്നല്ല, അതിന് വിശ്വസനീയമായ തെളിവുകളൊന്നുമില്ല. റോയും ISIയും തമ്മിൽ കൊമ്പ് കോർക്കുകയാണ്. ഇവിടെയാണ് ഏറ്റവും കൗതുകകരമായ ചോദ്യം. ഇരു സംഘടനകളും ചരിത്രപരമായി എതിരാളികളാണ്. ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഇന്ത്യ വിലയിരുത്തുന്നുണ്ടെങ്കിൽ റോയും മറ്റ് ഇന്ത്യൻ സുരക്ഷാ സംവിധാനങ്ങളും അതിനെ നിരീക്ഷിക്കുക സ്വാഭാവികമാണ്. 2026 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ റോ, ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസി, ഡയറക്ടറേറ്റ് ഓഫ് മിലിറ്ററി ഇൻ്റലിജൻസ് എന്നിവ ബംഗ്ലാദേശിൻ്റെ DGFIയുമായി ആശയവിനിമയ ചാനലുകൾ നിലനിർത്തുന്നുണ്ട്. അതേ വിലയിരുത്തൽ 2024-26 കാലഘട്ടത്തിൽ ISIയുമായി ബന്ധമുള്ളതായി ആരോപിക്കപ്പെടുന്ന തീവ്രവാദ രഹസ്യാന്വേഷണ ശൃംഖലകളെ നേരിടാൻ ഈ ബന്ധങ്ങൾ സഹായിച്ചതായും പറയപ്പെടുന്നു. അതായത് ഇവിടെ കൊമ്പുകോർക്കൽ എന്ന് പറയുന്നത് സിനിമയിലെ പോലെ രണ്ട് ഏജന്റുമാർ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ മാത്രമല്ല. ഇത് കൂടുതലായി വിവരശേഖരണം, സ്വാധീന മത്സരം, മനുഷ്യ സ്രോതസ്സുകൾ, ബന്ധങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ വിലയിരുത്തൽ, സുരക്ഷാ ശൃംഖലകളെ നിരീക്ഷിക്കൽ എന്നിവയിലൂടെ നടക്കുന്ന ഒരു അദൃശ്യ മത്സരമാണ്. ഒരു പക്ഷം ബംഗ്ലാദേശിൽ തൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു പക്ഷം അതിനെ തടയാൻ ശ്രമിക്കുന്നതാണ് യഥാർത്ഥ ചാരയുധത്തിൻ്റെ സ്വഭാവം. ISIക്ക് ബംഗ്ലാദേശ് എന്തുകൊണ്ടാണ് പ്രധാനമാകുന്നത്? ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം. പാകിസ്ഥാൻ്റെ കാഴ്ചപ്പാടിൽ ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്ത് ഒരു സൗഹൃദപരമായ രാഷ്ട്രീയ സുരക്ഷാ അന്തരീക്ഷം രൂപപ്പെടുന്നത് തന്ത്രപരമായ നേട്ടമാകാം. ബംഗ്ലാദേശിന് ഇന്ത്യയുമായി 4000 കിലോമീറ്ററിലേറെ നീളമുള്ള അതിർത്തിയുണ്ട്. പശ്ചിമ ബംഗാൾ മുതൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ വരെ ഈ അതിർത്തി വ്യാപിക്കുന്നു. ഇന്ത്യയുടെ സിലിഗുരി കോറിഡോറിനും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും ബംഗ്ലാദേശിൻ്റെ ഭൂമിശാസ്ത്രം വലിയ പ്രാധാന്യമുള്ളതാണ്. അതിനാൽ ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ ശക്തമായ സുരക്ഷാബന്ധം സ്ഥാപിച്ചാൽ അത് ഇന്ത്യയുടെ കിഴക്കൻ സുരക്ഷാ കണക്കുകൂട്ടലുകളിൽ ഉൾപ്പെടും. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്ന ത്രികോണം മാത്രം നോക്കിയാൽ ചിത്രം പൂർണ്ണമാകില്ല. ചൈനയും ബംഗ്ലാദേശിൽ സാമ്പത്തികവും തന്ത്രപരവുമായ സ്വാധീനം വർദ്ധിപ്പിക്കുന്നുണ്ട്. 2024 ശേഷം ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ബന്ധങ്ങളിൽ പുതിയ സാധ്യതകൾ രൂപപ്പെടുന്നതായി ചില സുരക്ഷാ പഠനങ്ങൾ വിലയിരുത്തുന്നു. സൗത്ത് ഏഷ്യ ടെററിസം പോർട്ടൽ പോലും 2024 ശേഷമുള്ള കാലഘട്ടത്തിൽ ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ബന്ധം കൂടുതൽ പ്രായോഗിക സഹകരണത്തിലേക്ക് നീങ്ങുന്നതായി വിലയിരുത്തിയിട്ടുണ്ട്. എങ്കിലും ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒരുമിച്ച് ഇന്ത്യക്കെതിരെ ഒരു ഔദ്യോഗിക സൈനിക സഖ്യം രൂപീകരിച്ചുവെന്ന് പറയാൻ നിലവിൽ തെളിവില്ല. ഇത് സാധ്യതകളുടെയും താല്പര്യങ്ങളുടെയും കൂടിച്ചേരലാണ്. ഔദ്യോഗിക സഖ്യമല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യൻ മാധ്യമങ്ങളിൽ ധാക്കയിൽ ISIയുടെ സ്ഥിരം സെൽ, ISI DGFI സംയുക്ത ഇൻ്റലിജൻസ് സംവിധാനം തുടങ്ങിയ അവകാശവാദങ്ങൾ വന്നിട്ടുണ്ട്. 2025 ജനുവരിയിൽ ISI മേധാവി ബംഗ്ലാദേശിലേക്ക് വരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും സമൂഹ മാധ്യമ പ്രചരണങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ബംഗ്ലാദേശ് സർക്കാരിൻ്റെ ചീഫ് അഡ്വൈസേഴ്സ് പ്രസ് വിങ് ഫാക്ട്സ് അത് നിഷേധിച്ചു. ISI മേധാവി ബംഗ്ലാദേശ് സന്ദർശിക്കുന്നില്ലെന്നും പ്രചരിച്ച വാർത്ത തെറ്റാണെന്നും ബംഗ്ലാദേശ് അധികൃതർ വ്യക്തമാക്കി. രഹസ്യാന്വേഷണ ഏജൻസികളെക്കുറിച്ചുള്ള വാർത്തകൾ വളരെ എളുപ്പത്തിൽ അഭ്യൂഹങ്ങളായി മാറാം. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം പോലെയുള്ള അതീവ സെൻസിറ്റീവ് വിഷയങ്ങളിൽ സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വളരെ വേഗത്തിൽ രാഷ്ട്രീയ പ്രചാരണമായി മാറാൻ സാധ്യതയുണ്ട്. റോയും ISIയും വർഷങ്ങളായി പരസ്പരം തന്ത്രപരമായ എതിരാളികളാണ്. ബംഗ്ലാദേശ് ഈ മത്സരത്തിലെ ഒരു പ്രധാന ഭൂമിശാസ്ത്രപരമായ മേഖലയും. പക്ഷേ ഇന്ന് നടക്കുന്ന മത്സരം 1970കളിലേത് പോലെ ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ രഹസ്യാന്വേഷണ പോരാട്ടം, സൈബർ മേഖല, സാമ്പത്തിക ശൃംഖലകൾ, തീവ്രവാദ വിരുദ്ധ വിവരശേഖരണം, രാഷ്ട്രീയ സ്വാധീനം, സോഷ്യൽ മീഡിയ, മനുഷ്യ സ്രോതസ്സുകൾ, അതിർത്തി സുരക്ഷ, അന്തർദേശീയ ബന്ധങ്ങൾ എന്നിവയിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ഒരു രാജ്യത്തെ സ്വാധീനിക്കാൻ എല്ലായ്പ്പോഴും തോക്കുകൾ ആവശ്യമില്ല. വിവരമാണ് ഏറ്റവും ശക്തമായ ആയുധം. ഇന്ത്യയുടെ പ്രധാന ആശങ്ക ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ സൗഹൃദം വർദ്ധിക്കുന്നതല്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ആ ബന്ധം ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ മാറുന്നുണ്ടോ എന്നതാണ്. പാകിസ്ഥാൻ ബംഗ്ലാദേശ് പ്രതിരോധ ബന്ധം വർദ്ധിക്കുന്നുണ്ടോ? DGFI ISI ബന്ധം ആഴപ്പെടുന്നുണ്ടോ? ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയുമായി ബന്ധപ്പെട്ട സുരക്ഷാ വിഷയങ്ങളിൽ ഏതെങ്കിലും സഹകരണം ഉണ്ടാകുന്നുണ്ടോ? ബംഗ്ലാദേശ് ഭൂമിശാസ്ത്രപരമായി ഇന്ത്യക്കെതിരായ എന്തെങ്കിലും രഹസ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ? ഇവയാണ് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇവയ്ക്കുള്ള ഉത്തരങ്ങൾ ഓരോ ഘട്ടത്തിലും വ്യത്യസ്തമായിരിക്കാം. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. സ്വന്തം ദേശീയ താല്പര്യങ്ങൾ പിന്തുടരുന്ന ഒരു സ്വതന്ത്ര രാജ്യമാണ് ബംഗ്ലാദേശ്. ഇന്ത്യയുമായും പാകിസ്ഥാനുമായും ചൈനയുമായും ഒരേ സമയം ബന്ധം നിലനിർത്താൻ ധാക്ക ശ്രമിക്കുന്നത് അതിൻ്റെ വിദേശ നയത്തിൻ്റെ ഭാഗമായിരിക്കാം. അതിനാൽ ബംഗ്ലാദേശ് പാകിസ്ഥാനുമായി സൈനികമോ രഹസ്യാന്വേഷണമോ ആയ ബന്ധം വർദ്ധിപ്പിക്കുന്നു എന്ന ഒരു റിപ്പോർട്ട് മാത്രം അടിസ്ഥാനമാക്കി ബംഗ്ലാദേശ് പാകിസ്ഥാൻ്റെ പക്ഷത്തേക്ക് മാറി എന്ന് പ്രഖ്യാപിക്കുന്നത് അതിരുകടന്ന നിഗമനമായിരിക്കും. എന്നാൽ അതേസമയം ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ ഉണ്ടായിരിക്കുന്ന സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായുള്ള സുരക്ഷാബന്ധം വർദ്ധിക്കുന്നത് ദില്ലി ഗൗരവമായി നിരീക്ഷിക്കേണ്ടതുണ്ട്.
2026 ഓഗസ്റ്റ് 15 DGFIയുടെ 6-അംഗ സംഘം പാകിസ്ഥാൻ സന്ദർശിച്ചതായി റിപ്പോർട്ട് വന്നത് ഈ പശ്ചാത്തലത്തിലാണ്. എക്കണോമിക് ടൈംസ് ഇത് ISIയുടെ ബംഗ്ലാദേശിലെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി ബന്ധപ്പെടുത്തി വിലയിരുത്തുന്നു. അതേസമയം ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും സൂക്ഷ്മഘട്ടത്തിലാണ്. 2026 ഓഗസ്റ്റിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ്റെ ഇന്ത്യ സന്ദർശനത്തിനായി കൂടുതൽ അനുകൂലമായ നയതന്ത്ര അന്തരീക്ഷം ആവശ്യമാണെന്ന് ധാക്ക വ്യക്തമാക്കിയതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ ഇന്ത്യയുടെ സാന്നിധ്യവും അവരെ തിരിച്ചയക്കണമെന്ന ബംഗ്ലാദേശിൻ്റെ ആവശ്യവുമാണ് ബന്ധത്തിൽ തുടരുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ചിലത്. അപ്പോൾ റോയും ISIയും നേരിട്ട് ഏറ്റുമുട്ടുകയാണോ? ചരിത്രപരമായി ഇവർ എതിരാളികളാണ്. ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ സ്വാധീനത്തിനായുള്ള മത്സരം ഉണ്ടാകാനുള്ള ശക്തമായ തന്ത്രപരമായ കാരണങ്ങളുമുണ്ട്. എന്നാൽ ഇപ്പോൾ ധാക്കയിൽ റോയും ISIയും നേരിട്ട് രഹസ്യയുദ്ധം നടത്തുകയാണ് എന്ന് സ്ഥിരീകരിച്ച വസ്തുതയായി പറയാൻ പൊതുവിൽ ലഭ്യമായ തെളിവുകൾ പര്യാപ്തമല്ല. ബംഗ്ലാദേശ് വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ തന്ത്രപരമായ മത്സരത്തിലെ പ്രധാന വേദിയായി മാറാനുള്ള സാധ്യത വർദ്ധിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പാകിസ്ഥാൻ ബംഗ്ലാദേശുമായുള്ള സുരക്ഷാ സൈനിക ബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതായി കാണാം. ഇന്ത്യ ഈ നീക്കങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുമുണ്ട്. റോ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സുരക്ഷാ സംവിധാനങ്ങളും ബംഗ്ലാദേശിൻ്റെ സുരക്ഷാ സംവിധാനവുമായി ബന്ധം നിലനിർത്തുന്നുണ്ട്. അതിനാൽ ഒരു പുതിയ ഇൻ്റലിജൻസ് മത്സരം രൂപപ്പെടാനുള്ള സാധ്യത നിഷേധിക്കാനാവില്ല. 71-ൽ ബംഗ്ലാദേശിൻ്റെ ജനനം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തന്ത്രപരമായ പോരാട്ടത്തിൻ്റെ ഏറ്റവും വലിയ ചരിത്ര ബലങ്ങളിൽ ഒന്നായിരുന്നു. അന്ന് റോയും പാകിസ്ഥാൻ സുരക്ഷാ സംവിധാനങ്ങളും വ്യത്യസ്ത പക്ഷങ്ങളിൽ നിന്നുകൊണ്ട് കിഴക്കൻ പാകിസ്ഥാനിലെ സംഭവ വികാസങ്ങളെ നേരിട്ടു. ബംഗ്ലാദേശ് സ്വതന്ത്രമായി. പക്ഷേ അതോടെ ആ മത്സരത്തിൻ്റെ കഥ അവസാനിച്ചില്ല. പിന്നീടുള്ള ദശാബ്ദങ്ങളിൽ ബംഗ്ലാദേശ് ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ തന്ത്രപരമായ പ്രാധാന്യം നേടി. ഇന്ന് 2024 ശേഷമുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ പുതിയൊരു അധ്യായമാണ് തുറന്നത്. പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നു. സൈനിക ഉദ്യോഗസ്ഥരുടെ സന്ദർശനങ്ങൾ വർദ്ധിക്കുന്നു. DGFI പ്രതിനിധികൾ പാകിസ്ഥാൻ സന്ദർശിക്കുന്നു. പാകിസ്ഥാൻ ബംഗ്ലാദേശുമായുള്ള പ്രതിരോധ സുരക്ഷാ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ശ്രമിക്കുന്നതായും കാണാം. മറുവശത്ത് ഇന്ത്യ ഈ മാറ്റങ്ങളെ തൻ്റെ കിഴക്കൻ അതിർത്തിയുടെ സുരക്ഷയുടെ കണ്ണിലൂടെ നിരീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ റോ ISI കൊമ്പുകോർക്കൽ എന്നത് വെറും സിനിമാ കഥയല്ല. ഇരു സംഘടനകളും തമ്മിലുള്ള ദീർഘകാല തന്ത്രപരമായ മത്സരം ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ന് ബംഗ്ലാദേശിൽ നടക്കുന്ന ഓരോ രഹസ്യ നീക്കത്തിനും പിന്നിൽ ISI ആണെന്നും റോ അതിനെതിരെ നേരിട്ട് കൺവേർട്ട് ഓപ്പറേഷൻ നടത്തുകയാണ് എന്നും തെളിവില്ലാതെ പറയുന്നത് ശരിയല്ല. യഥാർത്ഥ ചിത്രം അതിനേക്കാൾ സങ്കീർണമാണ്. ബംഗ്ലാദേശ് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. പാകിസ്ഥാൻ തൻ്റെ പ്രാദേശിക സ്വാധീനം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നു. ഇന്ത്യ തങ്ങളുടെ കിഴക്കൻ അതിർത്തിയിലെ തന്ത്രപരമായ സുരക്ഷ ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു. ചൈനയും ഈ മേഖലയിൽ സ്വന്തം സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. അതിനാൽ ദക്ഷിണേഷ്യയിൽ ഇപ്പോൾ രൂപപ്പെടുന്നത് ഒരു പുതിയ ചാരയുദ്ധം മാത്രമല്ല. വിവരങ്ങൾ, സ്വാധീനം, നയതന്ത്രം, പ്രതിരോധ സഹകരണം, സാമ്പത്തിക ബന്ധങ്ങൾ എന്നിവയെല്ലാം ചേർന്ന ഒരു വലിയ തന്ത്രപരമായ മത്സരമാണ്. ഈ മത്സരത്തിൻ്റെ കേന്ദ്രത്തിൽ ബംഗ്ലാദേശ് വീണ്ടും എത്തുകയാണ്. 1971-ൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഭൂമിശാസ്ത്രമായിരുന്ന ബംഗ്ലാദേശ് ഇന്ന് വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ തന്ത്രപരമായ മത്സരത്തിൻ്റെ നിർണായക ഭൂമിയായി മാറുമോ എന്നതാണ് ഇനി കാണേണ്ടത്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.